ചർച്ച തുടങ്ങാം. സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. നിങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നതും അല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ കൊള്ളുന്നതും ഒരേപോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് SFIക്ക് വേണ്ട, അത് തൽക്കാലം ശ്രീ ജയശങ്കർ 4 മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അതല്ല ശ്രീ ജയശങ്കർ, നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോട് കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോട് കേൾക്കാനുള്ളത് നിങ്ങളുടെ ജനാധിപത്യമാണ്. അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര്. അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ കയറി വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ. പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനൊന്നും നിങ്ങൾ പോരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം. അത് ശ്രീ ജയശങ്കർ ഓർത്തു വെച്ചാൽ നല്ലത്. അണ്ണാവെ പറ്റി പറഞ്ഞ ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ? ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ അന്തസ്. ഒന്ന് പോടാ പറഞ്ഞ്. നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പാവം ചമ്മിപ്പോയി. ഒന്ന് പോടാ പറഞ്ഞ്. നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? വേഷം കെട്ടെടുക്കണ്ട. വേഷം കെട്ട് എനിക്കറിയാം. മനസ്സിലായോ? വേഷം കെട്ടെടുക്കണ്ട. വേഷം കെട്ട് എനിക്കറിയാം. മനസ്സിലായോ? അയ്യ അതല്ല, ഇവ എന്തിനാ ചിരിക്കുന്നത്? വിദ്യാഭ്യാസം കുറച്ച് കുറവാണേ. SFI കാരുടെ മാന്യത ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ അർഹിക്കുന്ന അഭിനന്ദനം ചീമുട്ട തന്നെയാണ്, അതിൽ കുറഞ്ഞൊന്നുമല്ല. നിങ്ങൾ സമരത്തിൽ നിന്ന് തോറ്റോടി, നിങ്ങൾ കൊടിയും ചുരുട്ടി ഓടിക്കളഞ്ഞു. നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ ആളുകൾ കാരിത്തുപ്പും. ഇതിലെ പരാജയത്തിന്റെ പ്രഥമമായ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. ഈ പിണറായി വിജയന്റെ പേര് വരുമ്പോ ഈ ജയിക്കുന്നതിനെ പേടിക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. പിണറായി വിജയൻ ആരെയും വിമർശിക്കാൻ പാടില്ലേ? പിണറായി വിജയൻ വിമർശനത്തിന് അതീതനാണോ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.